ഞാൻ ദൂരദർശൻ ഒരിക്കലും റിസൈൻ ചെയ്യാൻ പറ്റുമോ ചെയ്യാൻ പറ്റില്ലെന്ന് എനിക്കറിയില്ലെന്ന്. പക്ഷേ മനസ്സിലിരുന്ന് സിനിമ പോയിട്ടില്ല. ഈ സമയമാണ് എൻ്റെ ട്രാൻസ്ഫർ ഇവിടെ ദൂരദർശൻ ട്രിവാൻഡ്രത്തിൽ നിന്ന് അഗർത്തല എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫറായി. അപ്പോൾ ട്രാൻസ്ഫറായപ്പം വേറെ നിവൃത്തിയില്ല, ട്രാൻസ്ഫറായേ പറ്റും. പക്ഷേ എനിക്ക് മലയാള സിനിമ വിട്ടുപോകാനും പറ്റില്ല. ഈ കൺഫ്യൂഷനിലിരിക്കുമ്പോഴാണ് ഞാൻ ലോങ് ലീവ് എടുത്തു. അപ്പോൾ നമ്മുടെ ഒരു ഗവൺമെൻറ് മീറ്റിങ്ങിൽ പോയപ്പം ഞാൻ കാർത്തികേയൻ സാർ ഉണ്ടായിരുന്നു, ജി കാർത്തികേയൻ സ്പീക്കറായിരുന്നു കാർത്തികേയൻ സാർ. അഴപ്പൻ ഹൗ ആർ യു എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു സാർ ദിസ് ഈസ് മൈ ലാസ്റ്റ് കവറേജ് ഇൻ കേരള എന്ന് പറഞ്ഞു. എന്ത് പറ്റിയെന്ന് ചോദിച്ചു. എന്നെ ട്രാൻസ്ഫർ ചെയ്ത് അഗർത്തല എന്ന്. അല്ല അഴകപ്പനെ ഞങ്ങൾ വിടില്ല എന്ന് പറഞ്ഞു. ഇല്ല സാർ എന്നെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ട്രാൻസ്ഫറാണ്, സ്റ്റേറ്റ് ഗവൺമെൻറ് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പം അജിത് പാഞ്ചാ സാർ അന്ന് മിനിസ്റ്ററായിരുന്ന INB മിനിസ്ട്രി അവിടെ വന്നിട്ടുണ്ട് ട്രിവാൻഡ്രത്ത്. പുള്ളി പറഞ്ഞു 3 മണിക്ക് എന്നെ വന്ന് കാണാൻ പറഞ്ഞ്. അങ്ങനെ 3 മണിക്ക് പോയി അജിത് പാഞ്ചാ സാറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത്, ഈ ക്യാമറമാൻ ഞങ്ങൾക്ക് കേരളത്തിൽ ആവശ്യമുണ്ട്, ഇങ്ങനെ നമ്മൾ വിടാൻ പറ്റില്ല, ട്രാൻസ്ഫർ ആയിരിക്കുക, ഞങ്ങൾക്ക് വേണമെന്ന്. അങ്ങനെ ആ സ്പോട്ടിൽ തന്നെ മിനിസ്റ്റർ INB മിനിസ്റ്റർ അവിടെ ഡൽഹിക്ക് വിളിച്ച് നമ്മുടെ ഡയറക്ടർ ജനറൽ വിളിച്ചിട്ട് പോസ്റ്റ്പോൺ ചെയ്യാൻ പറഞ്ഞു, ഓർഡർ പോസ്റ്റ്പോൺ ചെയ്യാൻ പറഞ്ഞ് ട്രാൻസ്ഫർ ക്യാൻസലായില്ല, പോസ്റ്റ്പോൺ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ 2 വർഷം കൂടെ കണ്ടിന്യൂ. അപ്പോഴാണ് എനിക്ക് ഉയർത്തെഴുന്നേൽപ്പ് ചെയ്യാനൊരു അവസരം കിട്ടിയതും. കാരണം എനിക്ക് മനസ്സിൽ ഫുള്ള ഉയർത്തെഴുന്നേൽപ്പ് മിസ്സായി പോകുമെന്ന്. എൻ്റെ ലൈഫിലെ ഏറ്റവും നല്ല വർക്ക് എന്നെ ചോദിച്ചെങ്കിൽ എനിക്ക് പറയാൻ പറ്റിയത് ഉയർത്തെഴുന്നേൽപ്പ് കഴിഞ്ഞിട്ടേ ഉള്ളൂ സിനിമ എല്ലാം. അപ്പോൾ അത് എനിക്ക് മറക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു ഇൻസിഡൻറ്റ്. പിന്നെ ഞാൻ ദൂരദർശനിൽ ഇങ്ങനെ തിരിച്ച് പാഞ്ചാ സാർ INB മിനിസ്റ്ററിൽ നിന്ന് മാറിയ ശേഷം എന്നെ അടുത്ത ദിവസമേ ട്രാൻസ്ഫർ ചെയ്ത് അഗർത്തല പോയി ജോയിൻ ചെയ്തു. ത്രിപുരയില സ്റ്റേറ്റിലുള്ള ഹെഡ് പ്ലേസാണ്. അപ്പോൾ അവിടെ ട്രാൻസ്ഫർ ചെയ്ത് 1 മാസം വർക്ക് ചെയ്തു. എനിക്ക് ഈ മനസ്സിൽ ഫുള്ള മലയാള സിനിമ വിട്ടുപോകുന്ന ഒരേ ഒരു ടെൻഷൻ. പിന്നെ എൻ്റെ വൈഫിനെ ഞാൻ കൺസൾട്ട് ചെയ്തപ്പം പുള്ളിക്കാർ പറഞ്ഞു ഓക്കെ ലോങ് ലീവ് എടുക്കാം, വന്നിട്ട് ഇരിക്കാൻ പറഞ്ഞ് തിരിച്ചു വന്നു. ഇങ്ങനെ ലീവിലിരിക്കുമ്പോഴാണ് എനിക്ക് നല്ല വർക്കുകൾ കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടി. MT സാർ വിളിക്കുന്നു, നേരിട്ട് പുള്ളിയുടെ ഒരു PA വിളിക്കുന്നു. MT സാർ പറഞ്ഞിട്ടാണ് വിളിക്കുന്നതെന്ന്. എന്താണെന്ന് ചോദിച്ചു. അല്ല കോഴിക്കോട് വരെ വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അങ്ങനെ കോഴിക്കോട് MT സാർ വിളിക്കും പറഞ്ഞ് എനിക്ക് ഒരു കണക്ഷൻ ഇല്ലല്ലോ. MT സാർ ഞാൻ ദൂരത്തിൽ നിന്ന് കണ്ട മനുഷ്യനാണ്. അപ്പോൾ അടുത്ത് കാണാൻ പറ്റുമല്ലോ എന്ന് പറഞ്ഞിട്ട് ടെലിവിഷൻ പ്രോഗ്രാമൊക്കെ വേണ്ടി പോയി ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഡിഫറെൻറ്റ് അറ്റ്മോസ്ഫിയറാണ്. അവിടെ പോയി MT സാറുടെ ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ഇതുണ്ടായിരുന്നു, ഇൻട്രൊഡക്ഷൻ. ഞാൻ പോയിട്ട് നമസ്കാരം പറഞ്ഞു. അപ്പം സാറ് പറഞ്ഞ് നമസ്കാരം പറഞ്ഞു. അപ്പോൾ ഇരിക്കുമെന്ന് പറഞ്ഞു ഒരു വാക്ക്. അപ്പം ഞാൻ പെട്ടെന്ന് പോയി ചെയർ എടുത്ത്, MT സാറുടെ നേച്ചർ ഒന്നും എനിക്കറിയില്ല. അവിടെ പോയി ഇരുന്നിട്ട് ഒന്നും സംസാരിക്കുന്നില്ല സാറ്. ഇടയ്ക്ക് ഒരു 2 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു സാർ ഞാൻ ട്രിവാൻഡ്രത്തിൽ നിന്ന് വന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ സാറ് എഴുതിക്കൊണ്ടിരിക്കുക, തന്നെ ചിരിക്കുന്നു, എന്ന് പറയുന്നു. പിന്നെ അവിടെ നിന്ന് അവിടെ ബീഡി വലിച്ച് 2-3 ബീഡി വലിച്ചു. പിന്നെ ഞാൻ ഇങ്ങനെ ഇരുന്നുകൊണ്ടേയിരിക്കുക. 1 മണിക്കൂറായി 1.5 മണിക്കൂറായി ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ എനിക്ക് കൺഫ്യൂഷൻ, എന്നെ തന്നെ വിളിച്ചോന്ന്. അപ്പോൾ ഒരു ആൾ വരുന്ന് ചായ കൊണ്ടുവയ്ക്കുന്നു. എന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു ചായ വേണമെന്ന് ചോദിച്ചു. ഇങ്ങനെ കാരണം അത്ര ധൈര്യമില്ല, അത് വേണ്ടാന്ന് പറഞ്ഞു. പിന്നെയും സാറ് ചായ കുടിക്കുന്നു, ഭയങ്കര സൗണ്ട് ഉണ്ടാക്കി ചായ കുടിക്കുന്ന എൻജോയ് ചെയ്യുന്നു. എനിക്കൊരു റെസ്റ്റ്ലെസ് ആയപ്പം ഞാൻ പറഞ്ഞു സർ ഞാൻ ബാത്റൂം വരെ പോയിട്ട് വരട്ടെന്ന്. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഞാൻ താഴെ വന്ന് ബാത്റൂം പോയി വന്ന് മെൻ്റലി റിലാക്സായി. ഏതോ ജയിലിൽ കിടന്ന പോലെ ഉണ്ടായിരുന്നു. അവിടെ വന്നിട്ട് ഒരു ക്യാൻറ്റീനിൽ പോയിട്ട് കോഴിക്കോട് മാതൃഭൂമി ഓഫീസിൽ പോയി ക്യാൻറ്റീനിൽ ചായ കുടിച്ചിട്ട് വീണ്ടും ഞാൻ പോയിട്ട് അവിടെ പിയൂണുണ്ടായിരുന്നു. സാറെ കാണാൻ വന്നതാണെന്ന് ചോദിച്ചു. തട്ടാൻ പറഞ്ഞു. തട്ടി കമീന്ന് പറഞ്ഞു. ഞാൻ അകത്തേക്ക് പോയി. വരുമെന്ന് പറഞ്ഞു. ഞാൻ അകത്തേക്ക് പോയി നമസ്കാരം പറഞ്ഞു. സാർ ഞാൻ അഴകപ്പൻ. കാത്തിരിക്കുക, നിങ്ങളെ കാത്തിരിക്കുക, ഇരിക്കൂ എന്ന് പറഞ്ഞു. എനിക്ക് ഒന്നും മനസ്സിലായില്ല. കാരണം ഞാൻ 1 മണിക്കൂർ 1.5 മണിക്കൂർ അവിടെ ഇരുന്നിട്ട് സാറ് മനസ്സിലായില്ല എന്നെ. അപ്പോൾ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു, എൻ്റെ പേര് അഴകപ്പൻ. ഇരിക്കൂ, ഞാൻ കാത്തിരിക്കുക എന്ന് പറഞ്ഞു. സാർ ഞാൻ നേരത്തെ വന്നിരുന്നു. എപ്പോൾ എന്ന് ചോദിച്ചു. അപ്പോൾ ഇനി മനസ്സിലായി സാറ്
ഈ മൂഡിലെല്ലായിരുന്നു. പിന്നെ സാർ പറഞ്ഞ് 4 കെട്ടിന് ഒരു സീരിയലാക്കാൻ പോകുന്നു, അഴകപ്പനാണ് ക്യാമറമാൻ. എനിക്ക് ഷോക്കിംഗ് ന്യൂസായിരുന്നു. കാരണം എനിക്ക് ഒരു പരിചയമില്ല, ആര് റെക്കമെൻഡ് ചെയ്തതെന്ന് അറിയില്ല, സാറായിട്ട് ഇങ്ങോട്ട്. അത് കഴിഞ്ഞിട്ട് 6 മാസം സാറുടെ കൂടെ ഒരു യാത്ര ഉണ്ട്. അത് ഭയങ്കര ഗോൾഡൻ പീരിയഡ് എന്ന് പറയുന്ന പോലെ തന്നെ. പിന്നെ MT സാർ അറിയാതെ തന്നെ കുറേ ഷോട്ടുകൾ ഞാൻ ഈ ബ്രേക്ക് ടൈമിലൊക്കെ ഷൂട്ട് ചെയ്ത് വയ്ക്കും. അദ്ദേഹം തന്നെ ചിരിക്കുന്നത്, ബീഡി വലിക്കുന്നത്, പിന്നെ തന്നെ സംസാരിക്കുന്നത്, പിന്നെ നടക്കുമ്പോൾ ഉണ്ടാകുന്ന മാനറിസം, ഇതെല്ലാം വച്ചിട്ട് ഒരു ദിവസം ഞാൻ കട്ട് എഡിറ്റ് ചെയ്തിട്ട് അവിടെ ലഞ്ച് ബ്രേക്കിൽ സാർ ഇരിക്കുമ്പോൾ ഞാൻ ഇട്ട് പ്ലേ ചെയ്തു. സാറ് മോണിറ്റർ നോക്കുമ്പോൾ പുള്ളിക്ക് തന്നെ മനസ്സിലായില്ല ഇദ്ദേഹം ചുറ്റുപാടെല്ലാം നോക്കുന്ന ക്യാമറ എന്തെങ്കിലും ഉണ്ടോ എന്ന്. പിന്നെ പുള്ളിയുടെ ഷർട്ട് നോക്കുന്നുണ്ട്, സിഗരറ്റ് വലിക്കുന്ന, കയ്യിൽ ബീഡിയില്ല പക്ഷേ ബീഡി വലിച്ചുകൊണ്ടിരിക്കുന്നത്, മൊത്തം കൺഫ്യൂഷനായിട്ട് എന്നിങ്ങനെ നോക്കി. അപ്പം ഞാൻ അടുത്ത് പോയി ഇരുന്നിട്ട്, സാർ വിത്തൗട്ട് യുവർ പെർമിഷൻ ഞാൻ ഇതൊക്കെ എടുത്തു വെച്ചതാണ്, ഈ പാസ്റ്റ് 30 ഡേയ്സായിട്ട് എടുത്തു വെച്ച വിഷ്വൽസാണ്. പൊട്ടിച്ചിരിച്ചു. അത് കഴിഞ്ഞിട്ടാണ് സാറിനെ പറ്റി പലരും ഡോക്യുമെൻ്ററി ചെയ്യാൻ ട്രൈ ചെയ്തിട്ട് നടക്കാതെ സാർ സമ്മതിക്കില്ലായിരുന്നു, ഡോക്യുമെൻ്ററി ഒന്നും വേണ്ടാന്ന്. ഞാൻ ലാസ്റ്റ് ഡേ പാക്കപ്പ് ഡേ ചോദിച്ചു, സാർ ഒരു ഡോക്യുമെൻ്ററി ഞാൻ ചെയ്തോട്ടെ എന്ന്. അപ്പോൾ എനിക്ക് പെർമിഷൻ തന്നു. അത് വേണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് ഇത് വേണു സാർ എന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി ഒരു പെർമിഷൻ തന്നു. ശ്യാമപ്രസാദാണ് അത് ഡയറക്റ്റ് ചെയ്തത്. അത് നാഷണൽ ലെവലിൽ പോയിട്ട് സ്റ്റേറ്റ് ലെവലിലെയും 2ലെയും അവാർഡ് കിട്ടിയ ഒരു ഡോക്യുമെൻ്ററിയാണ്. 4 കെട്ട് ഷൂട്ടിംഗ് തുടങ്ങിയ ശേഷം ഫസ്റ്റ് 2-3 ഡേയ്സ് എനിക്ക് ഭയങ്കര ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ബാക്കി ഡയറക്ടറുടെ പറയുന്ന പോലെ സജഷൻസ് പറയാൻ പാടില്ലയോ ഒന്നും എനിക്കറിയില്ല. കാരണം ഞാൻ ഒരു സൈലൻ്റായിട്ട് ഇത് സാറ് പറയുന്നത് മാത്രം കേൾക്കും ചെയ്യും. പക്ഷേ എനിക്കൊരു റെസ്റ്റ്ലെസ്സാണ്. ഞാൻ എല്ലാ പടത്തിലും എല്ലാ ഡയറക്ടർ കൂടെയും വർക്ക് ചെയ്യുമ്പോൾ ഒരു അസോസിയേറ്റ് ഡയറക്ടർ പോലെ തന്നെ വർക്ക് ചെയ്യും. ക്യാമറമാൻ മാത്രമല്ല, എല്ലാ കാര്യങ്ങളിലും, കോസ്റ്റ്യൂം ആണെങ്കിലും, മേക്കപ്പ് ആണെങ്കിലും, ആർട്ട് ഡയറക്ഷൻ ആണെങ്കിലും, ആൻഡ് ആക്ടേഴ്സ് പൊസിഷൻ ആണെങ്കിലും, എല്ലാത്തിലും അസിസ്റ്റൻറ്റ് ഡയറക്ടർ അല്ലെങ്കിൽ അസോസിയേറ്റ് ഡയറക്ടർ ഇൻവോൾവ് ചെയ്യുന്ന പോലെ തന്നെ സത്യനന്ദിക്കാട് സാർ ചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യും, പ്രിയൻ ചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ശ്യാമപ്രസാദ് അല്ല, എനി ന്യൂ ഡയറക്ടേഴ്സ് വന്നാലും അവരുടെയും ഞാൻ ഒരു അസോസിയേറ്റ് പോലെ തന്നെ നിൽക്കുക. അതെൻ്റെ ഒരു ഹാബിറ്റും എൻ്റെ ഒരു ഇഷ്ടവും കൂടിയാണ്. അങ്ങനെയാണ് MT സാറുടെ കൂടെ നിന്ന്. പക്ഷേ MT സാറുടെ കൂടെ ഫസ്റ്റ് 2 ഡേയ്സ് എനിക്ക് അടുക്കാൻ പറ്റില്ല. കാരണം സാറ് ഇരിക്കുന്നത് ഹിമാലയവും ഞാൻ ഇരിക്കുന്നത് കുടപ്പനക്കുന്നുവും, രണ്ട് ഹില്ലിൻ്റെ വ്യത്യാസമുണ്ട്. അപ്പോൾ എനിക്ക് എങ്ങനെ അപ്രോച്ച് ചെയ്യണോ ഒരു കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ സാറ് ഇടയ്ക്കിടയ്ക്ക് എന്നെ നോക്കി ചിരിക്കും, വേറെ ഒന്നും കമ്മ്യൂണിക്കേഷനില്ല. ഓക്കെ ആണെന്ന് മാത്രം ചോദിക്കും, ഓക്കെ സാർ എന്ന് പറയാം, എനിക്ക് ഓക്കെ സാർ എന്ന് പറയാം. ഷോർട്ട് ഓക്കെ എന്ന് പറയാൻ ധൈര്യമില്ല, അത് എനിക്ക് ഓക്കെ എന്ന് പറയാം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇത് ഈ കഥാപാത്രങ്ങളിലെ ഒരു ചെറിയ കൺഫ്യൂഷൻസ് വന്നു. ഷൂട്ട് ചെയ്യുമ്പോൾ ഈ സൈതാലിക്കുട്ടി 4 കെട്ടിൽ റോൾ ആര് ചെയ്യുന്നു. അങ്ങനെ ഒറ്റപ്പാലത്തിൽ നമ്മൾ പോയി ക്യാമ്പ് ചെയ്തിട്ട് അവിടെ ഒരു ആക്ടറെ സെലക്ട് ചെയ്തു. അതാണ് വളരെ ഫേമസ് ആയിരുന്ന ഒരു സ്റ്റേജ് ആക്ടറാണ്, പുള്ളിയുടെ പേര് മറന്നുപോയി. അപ്പോൾ അദ്ദേഹം വന്നിട്ട് അദ്ദേഹം ഓഡിയേഷന് വന്നിട്ട് MT സാറെ കണ്ടു. ഒറ്റപ്പാലം പപ്പൻ, വെരി ഫേമസ് ആക്ടറാണ് ഒറ്റപ്പാലം പപ്പൻ നാടകത്തിൻ്റെ. അപ്പോൾ അദ്ദേഹത്തിന് നല്ല താടി ഉണ്ടായിരുന്നു, ഗ്രേസ്ഫുൾ താടി ആൻഡ് നല്ല മുടി, പുള്ളിയുടെ സ്ലിം ബോഡിയാണ്. അപ്പം MT സാർ കൊണ്ടുവന്ന് ഇതാണ് സൈതാലിക്കുട്ടി എന്ന് പറയുകയും ചെയ്തു. അല്ല, ഇത് ഓക്കെ എന്ന് പറഞ്ഞു, ഇതാണല്ല ഇത് ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ സൈതാലിക്കുട്ടിയെ ഫിക്സ് ചെയ്ത് ഷൂട്ടിംഗ് തുടങ്ങി. മറ്റേ സീൻസൊക്കെ നെടുമുടി ചേട്ടൻ്റെ, ബിന്ദു പണിക്കർ ഇവരുടെ സീൻസൊക്കെ എടുത്തു കഴിഞ്ഞ് നമ്മൾ സൈതാലിക്കുട്ടിയിൽ വരുന്ന ദിവസം വന്നപ്പോൾ പപ്പനെ വരാൻ പറയുമെന്ന് പറഞ്ഞു. അങ്ങനെ പപ്പൻ ലൊക്കേഷനിൽ വന്നു. ഉച്ചയ്ക്ക് ശേഷമാണ് ഷൂട്ട് ചെയ്യുന്നത്. രാവിലെ പപ്പൻ വന്നിട്ട് എന്താ ചെയ്ത്, ക്ലീൻ ഷേവൻ, താടിയൊക്കെ എടുത്ത് മുടിയൊക്കെ വെട്ടി വേറെ ഒരാളായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി വന്നോണ്ടേ എനിക്ക് മനസ്സിലായില്ല പപ്പൻ എവിടെയെന്ന്, എനിക്ക് മനസ്സിലായില്ല. അന്ന് കണ്ട രൂപം മാത്രമേ മനസ്സിലുണ്ട്. MT സാറിൻ്റെ അടുത്തിരുന്ന് സാർ ഞാൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം MT സാർ ഒരു ലുക്ക് മാത്രം കൊടുത്ത് ആരും പുള്ളിക്ക് മനസ്സിലായില്ല, സെറ്റിലുള്ള പലർക്കും മനസ്സിലായില്ല. അപ്പം MT സാറ് ചോദിച്ച് പപ്പനെ വിളിക്കൂ എന്ന് പറഞ്ഞ് അസോസിയേറ്റ് ഡയറക്ടറെ. അപ്പോൾ ഉണ്ണിനാരായണൻ സാർ പപ്പൻ നിൽക്കുന്ന സാർ എന്ന് പറഞ്ഞു. അപ്പോൾ തിരിച്ചു നോക്കിയിട്ട് സാർ ഒന്നും പറഞ്ഞില്ല.
നമുക്ക് ഉച്ചയ്ക്ക് തുടങ്ങാണ്ട ഇന്ന് സീന് നാളെ തുടങ്ങാമെന്ന് പറഞ്ഞു. അത് മാത്രമേ പറഞ്ഞു. അപ്പോൾ ലഞ്ച് ബ്രേക്ക് ടൈം ആയതുകൊണ്ട് ലഞ്ച് ബ്രേക്ക് ചെയ്യാൻ പറഞ്ഞ് ബ്രേക്ക് ചെയ്തു. അപ്പോൾ എന്നെ വിളിച്ചു, പപ്പൻ ഇതാണ് പപ്പൻ ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല സാർ, അന്ന് കണ്ട ആളല്ല ഇതെന്ന്. അപ്പോൾ അയാളെ വിളിക്കുമെന്ന് പറഞ്ഞാൽ അയാൾ തന്നെ ഉറപ്പിച്ച് എല്ലാവരും പറയുന്നത്. എങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ താടി മൊത്തം ഷേവൻ ചെയ്ത് ഹെയർ കട്ടിങ് എന്ന്. അപ്പോൾ എം ടി സാർ ഭയങ്കര മൂഡ് ഓഫായി പോയി. അന്നാണ് എം ടി സാറുടെ വേറൊരു മുഖം ഞാൻ കണ്ടപ്പം ഒന്നും സംസാരിക്കാൻ പറ്റാത്ത സെറ്റിൽ ആരും സംസാരിക്കുന്നില്ല. നെടുമുടി ചേട്ടൻ അവിടെ വന്നു, ചേട്ടനും ഇരിക്കുകയാണ്, എല്ലാവരും അപ്സെറ്റ്. ആ സ്റ്റിൽ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉണ്ട്, ആ ഒരു മൊമെൻറ്റിലെടുത്ത സ്റ്റിൽ. ഞാൻ ബാക്കിലിരുന്നിട്ട് ഈ സിറ്റുവേഷൻ മൊത്തം മനസ്സിലായിട്ട് ആരും അപ്രോച്ച് ചെയ്യുന്നില്ല, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കഴിഞ്ഞു. എം ടി സാറെ ഫേസ് ചെയ്യാൻ പറ്റും. ഞാൻ മാത്രം പോകാതെ അവിടെ നിന്ന് ഞാൻ ചെവിയിലൊന്ന് പറഞ്ഞു, സാർ ഒരു ആളുണ്ട്, ഞാൻ വിളിക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ സാർക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം എടുക്കാം, ഇപ്പോൾ ട്രെയിനിൽ വരാൻ പറയാം, നാളെ രാവിലെ എത്തും, ട്രിവാൻഡ്രത്തിലാന്ന് പറഞ്ഞു. ആരാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അലക്സ് കടവിൽ എന്നൊരു ആളാണ്, ആക്ടറാണ്, സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിച്ച ആളാണ്, പ്രൊഡ്യൂസറും കൂടിയാണ്, മെയ് മാസപ്പുലരിൽ പടം പ്രൊഡ്യൂസ് ചെയ്ത ആളാണ്, അയാൾ ആക്ട് ചെയ്യുമോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സാർ നോക്കണേ, ഞാൻ വിളിക്കാം, എൻ്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞു. അങ്ങനെ ഉടനെ നെടുമുടി ചേട്ടൻ പറഞ്ഞ് അലക്സ് കുഴപ്പമില്ലെന്ന് തോന്നുന്നു പറഞ്ഞു. അങ്ങനെ അലക്സ് കടവിൽ വിളിക്കുന്നു. വിളിച്ചിട്ട് അലക്സ് ഇങ്ങനൊരു പുള്ളി ത്രില്ലായി. ഞാൻ പറഞ്ഞു ത്രില്ലാവണ്ട, വന്നിട്ട് സാറ് ഓക്കെ പറയുകയാണെങ്കിൽ മാത്രം പിന്നെ ഹാപ്പി ആയാൽ മതി, അതുവരെ ഹാപ്പി ആവണ്ട, ടെൻഷനിൽ തന്നെ വന്നോളൂ എന്ന് പറഞ്ഞ്. അങ്ങനെ പുള്ളി അൺറിസർവ്ഡ് കമ്പാർട്ട്മെൻറ്റിൽ ഏതോ കയറി ഒറ്റപ്പാലം എത്തി, മുന്നിൽ കൊണ്ട് നിർത്തി. സോ ഇതാണ് അലക്സ് കടവൻ. വേറെ ഒന്നും പറഞ്ഞില്ല, ഇതാണ് എൻ്റെ സൈതാലിക്കുട്ടി എന്ന് മാത്രം പറഞ്ഞു. ഇതാണ് എൻ്റെ സൈതാലിക്കുട്ടി എന്ന് പറഞ്ഞിട്ട് എൻ്റെ തോളത്ത് തട്ടി, ഇവിടെ അടുത്ത് വരാൻ പറഞ്ഞ് തോളത്ത് തട്ടി, മെടുക്കൻ എന്ന് പറഞ്ഞ ഒരു സംഭവം പറഞ്ഞു. സോ എനിക്ക് അന്ന് കോൺഫിഡൻ്റായി. ശരി, ഇല്ലെങ്കിൽ വന്നിട്ട് സെലക്ട് ചെയ്തില്ലെങ്കിൽ എനിക്ക് ഫർദർ വർക്ക് ചെയ്യാൻ പറ്റുമോ ഒരു കൺഫ്യൂഷൻസ് ഉണ്ടായി. തെറ്റിപ്പോവോ. അലക്സ് കടവിൽ വന്ന് മീറ്റ് ചെയ്യുന്നവരെ അലക്സ് കടവിലെ കാട്ടിലും ടെൻഷൻ ഉണ്ടായത് എനിക്കായിരുന്നു. സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, കുവൈറ്റ്. സഞ്ചാരം വോള്യം നമ്പർ 20. ഫുൾ HD-യിലുള്ള അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. ഈ ഡോക്യുമെൻ്ററി ചെയ്ത ശേഷം വേറൊരു ടെൻഷൻ ഉണ്ടായി. ശ്യാമപ്രസാദ് ഡയറക്റ്റ് ചെയ്ത്, ബൈജു ചന്ദ്രൻ അതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതി. ഞങ്ങൾ ഇത് കാണിക്കണം. എം ടി സാറിൻ്റെ ഒരേ ഒരു കാര്യം പറഞ്ഞു, സാർ ഇത് സാർ അപ്രൂവൽ ചെയ്യാതെ ഞങ്ങൾ ഈ ഡോക്യുമെൻ്ററി പുറത്തെ കാണിക്കത്തില്ലെന്ന്. അപ്പോൾ അദ്ദേഹം അത് ഓക്കെയും പറഞ്ഞിരുന്നു. അപ്പം ട്രിവാൻഡ്രത്ത് വന്നിരുന്നു. ഞാൻ ഡോക്യുമെൻ്ററി, എൻ്റെ സ്റ്റുഡിയോ ഉണ്ടായിരുന്നു, എനിക്ക് സ്ഥാപനം ഉണ്ടായിരുന്നു, ഞാനും ശ്യാമപ്രസാദും നടത്തുന്ന സ്ഥാപനം, ഷൂട്ട് ആൻഡ് എഡിറ്റ്. അപ്പോൾ നമ്മുടെ എഡിറ്റിംഗ് ടേബിളിൽ തന്നെ അദ്ദേഹം കണ്ടു. സൈലൻസ് ആയിരുന്നു. അത് എനിക്ക് മൊത്തം പാനിക്കായി. ഈ സൈലൻസാണ് സിനിമയിലാണെങ്കിലും ശരി, ഡോക്യുമെൻ്ററി ആണെങ്കിലും ശരി, എവിടെ പോയാലും ഒരുപാട് സൈലൻസ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വാർ ടൈമിലെ സൈലൻസ് ഭയങ്കര പേടിയാവുന്നു. അതേ സൈലൻസ് വന്നപ്പം എന്താ സംഭവിക്കുന്നതല്ല. ശ്യാമപ്രസാദ് ഇങ്ങനെ എൻ്റെ അടുത്ത് കൈ കാണിച്ചു. ഞാൻ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഒരു ബ്ലാക്ക് ടീ കൊണ്ട് കൊടുത്തു, കുടിച്ചു, ഇറങ്ങിപ്പോയി. ഞങ്ങൾ അറേഞ്ച് ചെയ്ത കാറിൽ തന്നെ സാർ കയറി. ഒന്നും പറയുന്നില്ല. ഞാൻ അടുത്ത് ഫ്രണ്ടിലിരിക്കുകയാണ്. സാർ ഒന്നും പറയുന്നില്ല. നമ്മൾ പൈസ മുടക്കിയതെല്ലാം പോയി, അത്രേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഒരു ഗസ്റ്റ് ഹൗസ് ആയിരുന്നു, ഹിന്ദുസ്ഥാൻ ലാറ്റസ്റ്റിൻ്റെ ഗസ്റ്റ് ഹൗസ്. അവിടെ പോയി ഇരുന്നു. 1 മണിക്കൂർ ഞാൻ വെയിറ്റ് ചെയ്തിട്ട് സാർ ഒന്നും പറയുന്നില്ല. അവിടെ രാജ്മോഹൻ സാറിന് പറയുന്ന MD വന്നു. അദ്ദേഹം മീറ്റ് ചെയ്ത് അഴകപ്പൻ്റെ ഒരു ഡോക്യുമെൻ്ററി ഉണ്ടായിരുന്നു, കാണാൻ വന്നതാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ അല്ല, സാറുടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ ഞാൻ ശ്യാമപ്രസാദ് വിളിച്ച് പറഞ്ഞ് ഫെയിലിയർന്ന് തോന്നുന്നു, ഒന്നും പറഞ്ഞിട്ടില്ല ഇതുവരെ. പറഞ്ഞ് പോട്ടെ, എന്ത് ചെയ്യാൻ പറ്റുമോ, ഇപ്പം അങ്ങനെ ഉണ്ടാവുമല്ലോ എന്ന് പറഞ്ഞ് റെയിൽവേ സ്റ്റേഷൻ പോയി. ഞാനും കൂടെ വരാൻ പറഞ്ഞിട്ട് പോയിട്ട് AC കമ്പാർട്ട്മെൻറ്റിൽ അങ്ങനെ ഇരിക്കുകയായിരുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞ് ഞാൻ ഇറങ്ങിക്കോട്ടെ. വളരെ നന്നായിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു, ഒറ്റ വാക്ക്. ഇത്ര സസ്പെൻസ് കൊണ്ടുപോയിട്ട് വളരെ നന്നായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, ശരി സബ്മിറ്റ് ചെയ്യാവോ എന്ന്. ആയിക്കോട്ടെ എന്ന്.
അതാണ് MT സാറുടെ ബന്ധങ്ങൾ ഇങ്ങനെ. അപ്പം ആ ഡോക്യുമെൻ്ററി ചെയ്യാൻ വേണ്ടി ജ്ഞാനപീഠ അവാർഡ് കിട്ടിയ സമയമായിരുന്നു. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ കാറിൽ തന്നെ ഒരു 3 മാസം എല്ലാ ഫംഗ്ഷനും എവിടെയൊക്കെ ഫംഗ്ഷൻ നടക്കുന്നു അതിന് കൂടെ ക്യാമറ എടുത്തിട്ട് പോകും. ഒരു ന്യൂസ് ക്യാമറമാനായിട്ട് മാറി. ഞാൻ ഫിക്ഷനെല്ലാം മറന്നിട്ട് അദ്ദേഹത്തിൻ്റെ കാറിലെ ഫ്രണ്ടിൽ കയറും, ഇറങ്ങുമ്പോൾ ഷൂട്ട് ചെയ്യും. ആ നിമിത്തങ്ങളൊക്കെ ക്യാപ്ചർ ചെയ്ത്. സോ അതൊരു എക്സ്പീരിയൻസാണ് എൻ്റെ ലൈഫിൽ. ഞാൻ ഇത്ര സിനിമ ചെയ്ത് ഇത്ര ഡയറക്ടേഴ്സ് കൂടെ വർക്ക് ചെയ്താലും ഈ സിനിമയിൽ കിട്ടാത്ത ഒരു അനുഭവങ്ങൾ ഐ എം വെരി ലക്കി ടു ഹാവ് ഇറ്റ്. അതെന്താണെങ്കിൽ കുറേ VIP-യുടെ കൂടെ യാത്ര ചെയ്യാൻ പറ്റി. ഇപ്പം നേരത്തെ പറഞ്ഞ ഇന്ദിരാഗാന്ധിയുടെ ഒരു കവറേജ് പോയപ്പം അവർക്ക് വേണമെങ്കിൽ അവിടെ വെച്ച് ആക്ഷൻ എടുക്കാമായിരുന്നു. ഞാൻ ലേറ്റായി പോയത് അവർക്കറിയാം. ഞാൻ പ്രോട്ടോക്കോൾ ബ്രേക്ക് ചെയ്തിട്ടാണ് അകത്തെ കയറി. അതും അവർക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്, അവരുടെ സെക്രട്ടറി എല്ലാവരും ഫീൽ ചെയ്തിട്ടുണ്ട്. എന്നെ വേണമെങ്കിൽ ഡിസ്മിസ് ചെയ്യാമായിരുന്നു. അപ്പോൾ ഞാൻ ആലോചിക്കും, ചിലപ്പം ഈ വലിയ നമ്മൾ പറയുന്ന ആളുകൾ തന്നെ സിമ്പിളായിട്ട് ബിഹേവ് ചെയ്യുന്ന ലീഡേഴ്സ് എന്ന് പറയുന്ന നാഷണൽ ലീഡേഴ്സ് ആർ നാഷണൽ എന്താ പറയുക അഡ്മിനിസ്ട്രേറ്റേഴ്സ്, അത് നമുക്ക് എപ്പോഴും ഒരു ലെസണാണ്. എൻ്റെ ലൈഫിൽ മറക്കാൻ പറ്റാത്തത് വേറെ ഒരു സംഭവം എന്താണെങ്കിൽ, ദൂരദർശനിൽ നിന്ന് എന്നെ ഡെപ്യൂട്ട് ചെയ്തത് KR നാരായണൻ സാറുടെ പേഴ്സണൽ ക്യാമറമാനായിട്ട് UK ട്രിപ്പ്. അപ്പോൾ അന്ന് ഞാൻ ട്രിവാൻഡ്രം ദൂരദർശനിലാണ്. ഇവിടെ നിന്ന് സജഷൻ വന്നപ്പം ഡയറക്ടർ കുഞ്ഞികൃഷ്ണൻ എൻ്റെ പേര് സജഷനിൽ കൊടുത്ത് അങ്ങനെ എന്നെ സെലക്ട് ചെയ്ത്. അപ്പം ഞാൻ ഡൽഹിയിൽ പോയി ഞാൻ അതിൽ വന്ന് എന്താണെങ്കിൽ അങ്ങനെയൊക്കെ VIP കവറേജ് പോകുമ്പോൾ അന്നത്തെ സിറ്റുവേഷനിൽ റിപ്പോർട്ടർ, ആ കാലത്തിൽ റിപ്പോർട്ടർ, നേരത്തെ റിപ്പോർട്ടർ പോലും ഇല്ല, ക്യാമറമാൻ തന്നെ റിപ്പോർട്ട് ചെയ്യണം എന്നുള്ള ഇതുണ്ടായിരുന്നു. ഈ സമയത്തിൽ റിപ്പോർട്ടർ ഉണ്ട്, പക്ഷേ ക്യാമറ, സൗണ്ട്, ലൈറ്റിംഗ് മൂന്നും ചെയ്യുന്നത് ക്യാമറമാൻ ആയിരിക്കും ഈ ഫോറിൻ ട്രിപ്പ്. അപ്പം ഞാൻ അവിടെ പോയി ഇപ്പം VIP ട്രിപ്പ് VVIP ട്രിപ്പായതുകൊണ്ട് തലേ ദിവസമേ ഡൽഹി ദൂരദർശനിൽ പോയി അവിടെ നിന്ന് 2 ക്യാമറ സെലക്ട് ചെയ്ത് 2 ക്യാമറ ടെസ്റ്റ് എടുത്തു, 2 ക്യാമറയുടെ ബാറ്ററി ചെക്ക് ചെയ്തു, 2 ക്യാമറയുടെ ഓഡിയോ ചെക്ക് ചെയ്ത് എല്ലാം ഫുൾ സെറ്റപ്പായിട്ട് ചെക്ക് ചെയ്ത് ലോഡ് ചെയ്ത്. അസിസ്റ്റൻസ് ഒന്നുമില്ല, എയർപോർട്ടിൽ ഞാൻ തന്നെ കൊണ്ടുപോയി. അത് കാർ മാത്രം തരുമായിരുന്നു, ആ ഡ്രൈവർ ഹെൽപ്പ് ചെയ്യും. എല്ലാം ഫ്ലൈറ്റിൽ പോയി ലോഡ് ചെയ്തിട്ട് ഞാൻ ആ ഫ്ലൈറ്റിൽ കയറി. ഞാൻ കയറിയപ്പം ഞാൻ 3 മണിക്ക് ഓഫീസിൽ പോയിട്ട് ഫ്ലൈറ്റ് 9 മണിക്കാണ് ടേക്കപ്പ് ആവുമെന്ന് ഞാൻ എയർപോർട്ട് പോയി ഫ്ലൈറ്റിൽ കയറിയിരുന്നു. അപ്പോൾ ആ ഫ്ലൈറ്റിൽ 29 പേരാണ് ടോട്ടലി പോകുന്നത്. ഫസ്റ്റ് ഫ്ലോറിലിരിക്കുന്നത് KR നാരായണൻ സാറും, അന്ന് KR നാരായണൻ സാർ വൈസ് പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ, അദ്ദേഹം, പിന്നെ മേഡം ഉഷാജി, പിന്നെ മഹൾ, 3 പേര് ഫ്ലൈറ്റിൽ മേളിൽ ഫസ്റ്റ് ഫ്ലോറിൽ. താഴത്തെ ഫ്ലോറിൽ കുറേ ജേർണലിസ്റ്റ് ഉണ്ട്, വീർ സിംഗ് മീ ഉണ്ട്, അതുപോലെ ഡൽഹിയിലുള്ള ഫേമസ് ആയിട്ട് ജേർണലിസ്റ്റൊക്കെ ഉണ്ട്. ക്യാമറമാനായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ, നോ ഫോട്ടോഗ്രാഫർ. ആൻഡ് ഒരു റിപ്പോർട്ടർ നമുക്ക് വന്നിട്ടുണ്ട്, നമ്മുടെ ദൂരദർശനിൽ നിന്ന് ഒരു ലേഡി ആസാമിലായിരുന്നു. ഇത്രയേ ഉള്ളൂ. ഞങ്ങൾ എല്ലാവരും പോയി. ഞാനെല്ലാം ലോഡ് ചെയ്തിട്ട് ഞാൻ അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോയി. അപ്പം പ്രോട്ടോക്കോൾ അനുസരിച്ച് എല്ലാവരും VVIP ട്രിപ്പ് പോകുമ്പോൾ ഓരോരോ ആൾ സെൽഫ് ഇൻട്രൊഡക്ഷൻ ഉണ്ട്. അവിടെ മേളിൽ പോയിട്ട് ഇൻട്രൊഡക്ഷൻ ചെയ്യുക. ഞാൻ ഇത് 9 മണി ഫ്ലൈറ്റ് പോയി, ഉച്ച 3 മണിയായിട്ടും ഞാൻ ഉറക്കത്തില്ല. അപ്പം എയർ ഹോസ്റ്റസ് ആരും എന്നെ വിളിച്ചില്ല. ഞാനത് എന്നെ ഇടയ്ക്ക് വന്ന് ആരോ ചോദിച്ചപ്പോൾ ഞാൻ വേണ്ടാൻ പറഞ്ഞു, അത്ര ടയർഡായിരുന്നു, 2 ദിവസത്തിന് ടയർഡ്. ഇത് ഓരോരാളെ പോയിട്ട് KR നാരായണൻ സാറെ മേളിൽ പോയി കണ്ടു, സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്തു, പിന്നെ തിരിച്ചു വരും. അങ്ങനെയായിരുന്നു. ബാക്കി എല്ലാവരും ഗ്രൗണ്ട് ഫ്ലോറാണ്. അപ്പം നാരായണ സാർ അവിടെ വെച്ച് ചോദിച്ചിരിക്കുക, വൈസ് പ്രസിഡൻറ്റ് ചോദിച്ചത്, ഒരാൾ മിസ്സിങ് ആണ്, ആരാ ലിസ്റ്റിൽ ഒരാൾ വന്നില്ലെന്ന്. അപ്പം ജലീൽ എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് സെക്രട്ടറി ഉണ്ടായിരുന്നു, അയാൾ കശ്മീര. അപ്പം അദ്ദേഹം പറഞ്ഞ്, അഴകപ്പൻ ഒരു ക്യാമറമാനാണ്, അയാൾ ഭയങ്കര ടയർഡാണ്, ഈ ഓവർലോഡഡ് വിത്ത് എക്യുപ്മെൻറ്റ്സ്, സോ ഈസ് ടോട്ടലി ടയർഡ് ആൻഡ് സ്ലീപ്പിംഗ്. എയർ ഹോസ്റ്റസ് കാൾഡ് ഹിം ബട്ട് ഹി ഡിഡ്ന്റ് ഗെറ്റ് അപ്പ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അഴകപ്പൻ ഓക്കെ എന്ന് പറഞ്ഞിട്ട് പുള്ളി താഴെ വന്ന് പ്രോട്ടോക്കോൾ ബ്രേക്ക് ചെയ്തിട്ട് താഴത്തെ ഫ്ലോറിൽ വന്നിട്ട് എൻ്റെ സീറ്റിൻ്റെ അടുത്ത് വന്നിട്ട് 3 പേര് നിൽക്കുകയാണ്. എനിക്കറിയില്ല, ഞാൻ നല്ല ഉറക്കമാണ്. അഴകപ്പൻ 2 വോയിസ് കേട്ട്. അപ്പോൾ എനിക്ക് എന്തോ ഒരു ഡ്രീമാണ്, ഞാൻ എവിടെ ഇരിക്കുകയാണ്, ഫ്ലൈറ്റിന് ഒന്നും ഓർമ്മയില്ല. ഞാൻ ഉറക്കത്തിൽ എന്തോന്ന് ചോദിച്ചിട്ട് വാട്ട് എന്ന് പറഞ്ഞിട്ട് കണ്ണ് തുറന്ന് നോക്കുമ്പോൾ പ്രസിഡൻറ്റ് എൻ്റെ മുമ്പിൽ നിൽക്കുക. ഞാൻ 2 കൈ എടുത്ത് തൊഴുതിട്ട് അങ്ങനെ ഷോക്കിൽ എണീറ്റ് പോയി.
ഇങ്ങനെ എനിക്ക് പിന്നെ എനിക്ക് വാക്കുകളില്ല. അപ്പം ഷോൾഡറിൽ തട്ടിയിട്ട് അഴകപ്പൻ ടു ടയർഡ് നോ യു വാണ്ട് എനി എനർജി ഡ്രിങ്ക് എന്ന് ചോദിച്ചു. അപ്പോൾ എയർ ഹോസ്റ്റസ് ഉണ്ട്, ജ്യൂസ് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ എനിക്കൊന്നും പാനിക്കായിപ്പോയി. കാരണം പ്രസിഡൻ്റ് എന്നെ കാണാമെന്നും പറഞ്ഞാൽ ഇറ്റ്സ് ഔട്ട് ഓഫ് പ്രോട്ടോക്കോൾ. മാത്രമല്ല നമ്മൾ അതിൽ വൺ ഓഫ് ദ ഗവൺമെൻറ് സർവൻ്റ് ആൾസോ, അങ്ങനെ ഒരു VIP അല്ല. അപ്പോഴാണ് ഞാൻ വിചാരിച്ചു ഈ പ്രസിഡൻറ്റ് ഈ ഒരു സ്റ്റേജിൽ വരേണ്ട ആവശ്യമേ ഇല്ലെന്ന്. സോ ഐ വാസ് പാനിക്. അത് കഴിഞ്ഞ് ഒരു 6 മണിക്കൂർ സംസാരിച്ചു. പിന്നെ മലയാളത്തിൽ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ട്രിവാൻഡ്രം എന്ന് പറഞ്ഞപ്പോൾ പിന്നെ രാധാകൃഷ്ണൻ ഒരാളുണ്ടായിരുന്നു. അങ്ങേര് ആൽ ഇന്ത്യ റേഡിയോയിൽ നിന്ന് വന്ന റേഡിയോ റിപ്പോർട്ടറായിരുന്നു. സോ സാറ് പോയി. അടുത്ത ദിവസം തൊട്ട് അതിൻ്റെ ഒരു പ്രോട്ടോക്കോൾ അവിടെ അന്ന് ക്യാമറമാനക്ക് ബോഡി ലാംഗ്വേജ് വേണം. അത് ട്രെയിനിങ് എടുത്തായിരുന്നു. ബോഡി ലാംഗ്വേജ് വേണം, പിന്നെ ഡ്രസ് കോഡ് മസ്റ്റ്. അന്ന് ജേർണലിസ്റ്റിക്ക് അതും ഉണ്ടായിരുന്നു. ഫോറിൻ ട്രിപ്പ് പോകുമ്പോൾ ബ്ലാക്ക് ഷൂ വേണം, ഷൂ പോളിഷ് ചെയ്തിരിക്കണം, കോട്ട് ഇട്ടിരിക്കണം, ഗ്ലൗസ് ഇട്ടിരിക്കണം, ഷേക്കൻ ഗ്ലൗസ് ഇല്ലാതെ VIP കൊടുക്കാൻ പാടില്ല. ഇതൊക്കെ പ്രോട്ടോക്കോളിലെല്ലാം ഞാൻ പഠിച്ച് എനിക്ക് നാംസ് പ്രിൻ്റ് ചെയ്ത് തന്നു. അതെല്ലാം വൈറ്റ് പാസ്പോർട്ടിലാണ് പോകുന്നത്. ഐ വാസ് ഗോയിങ് ബൈ വൈറ്റ് പാസ്പോർട്ട്. അപ്പം ഒരു ഇതിൽ വന്ന് ത്രില്ലാണ്, ഇന്നുള്ളിലെ പേടിയാണ്. കാരണം പോയിട്ട് എല്ലാ സ്റ്റേജിലും പോയി സൗണ്ട് ചെക്ക് ചെയ്യണം. ഞാൻ തന്നെ ഫിറ്റ് ചെയ്യും ക്യാമറ, ഞാൻ തന്നെ ട്രൈപോഡ് ഫിറ്റ് ചെയ്യും. പിന്നെ ലൈറ്റ് എടുത്ത് ചില സ്ഥലങ്ങളിലൊക്കെ ഹാൻഡിൽ ഷോട്ട് എടുക്കുമ്പോൾ ലൈറ്റ് എടുത്ത് ഇവിടെ റബ്ബർ ബാൻഡ് ഇട്ടിട്ട് ലൈറ്റ് ഇവിടെ ഫിക്സ്, ബാറ്ററി ലൈറ്റ്. അതർവൈസ് ലൈറ്റ് ക്യാമറയുടെ മേളിൽ ഫിറ്റ് ചെയ്യും. ഇങ്ങനെയൊക്കെ റൊട്ടീൻ ജോബായിപ്പോയി. ഇത് 2 ഡേയ്സ് മുമ്പേ ട്രെയിനിങ് എടുത്ത് ഫാസ്റ്റായിപ്പോയി. ഇത് പോയിക്കൊണ്ടിരിക്കുക. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു സ്പീച്ച് ഉണ്ടായിരുന്നു മറ്റേ ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ. സ്പീച്ച് കണ്ടിട്ട് എവ്രിബഡി എന്താ പറയുക, അങ്ങനെ സൈലൻസ് ആയിപ്പോയി. ഒരുപാട് ഫോറിനേഴ്സ് ഉണ്ടായിരുന്നു ആ സ്പീച്ചിൽ. നാരായണ സാറുടെ സ്പീച്ച് കഴിച്ച് അങ്ങനെ ഡെഡ് ഫിഗർ എവ്രിബഡി ഇദ്ദേഹത്തിൻ്റെ സ്പീച്ച് അങ്ങനെ മെസ്മറിസമായിപ്പോയി. അപ്പോൾ അത് രാത്രി എന്ത് ചെയ്യും, ഈ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോയി റൈറ്റേഴ്സ് ടെലിവിഷനിൽ പോയി കുത്തിയിരിക്കും. അവിടെ നിന്ന് ഇൻ്റർനെറ്റ് കണക്ട് ചെയ്തിട്ട് ഇതെല്ലാം ഓൺലൈൻ ട്രാൻസ്ഫർ ചെയ്യും. അങ്ങനെ ഒരു ഹെവി ഡ്യൂട്ടിയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഡെയിലി റൊട്ടീൻ ജോബാണ്. തിരുമേനി പറഞ്ഞ് ഷൂട്ടിങ് നിർത്തണ്ട എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് പോയിട്ട് ഒരു തേങ്ങ എടുത്തിട്ട് വന്നിട്ട് ഇങ്ങനെ വെട്ടുകത്തി വെച്ച് ഞങ്ങളുടെ എല്ലാവരുടെ മുമ്പ് വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ആ മുറ്റത്തിലിട്ടു. ഒരു 10 മിനിറ്റ് പോലും ആയിട്ടില്ല, ഒരു 5 മിനിറ്റ് 6 മിനിറ്റ് ആവും, മഴ മൊത്തം നിന്ന്. അപ്പോൾ പുള്ളി എന്ത് പ്രാർത്ഥിച്ചെന്നൊന്നും അറിയില്ല. പിന്നെ ഞങ്ങൾ വീണ്ടും ഷൂട്ടിംഗ് തുടങ്ങി. പക്ഷേ വെളിയിൽ നിന്ന് വരുന്നവരൊക്കെ പറയുന്ന അവിടെ മഴ ഇവിടെ മഴ എന്ന്. ഞങ്ങൾ ഫോൺ ചെയ്ത് ചോദിച്ചാലും പല സ്ഥലങ്ങളിലും മഴയാണ്. പക്ഷേ ഇപ്പുറം മനയെ ചുറ്റി മഴയില്ല.